ടേസ്റ്റ് ബൈ ലക്ഷ്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കുറച്ച് മധുരമായാലോ. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പാലട പ്രഥമനാണ്. ഇതിനായിട്ട് ഒരു ഉരുളിയോ അല്ലെങ്കിൽ ചൂട് കട്ടിയുള്ള ഏതെങ്കിലും കടായോ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് 4 കപ്പ് പാലും 2 കപ്പ് വെള്ളവും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 പാക്കറ്റ് ഡബിൾ ഹോഴ്സിൻ്റെ പാലട മിക്സാണ്. ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് കിട്ടും. ഞാൻ നോർമൽ പാലട മിക്സാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ചധികം സ്വീറ്റായിട്ടുള്ള ഒരു പായസമാണ്. ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് 2 രീതിയിൽ പാലട പ്രഥമൻ തയ്യാറാക്കാൻ പറ്റും. അതിലെ സിമ്പിളായിട്ടുള്ള വേ ആണ് ഈ പായസം മിക്സ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ചെറിയ അട കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് സെപ്പറേറ്റ് ഒന്ന് വേവിച്ചിട്ട് നമ്മൾ ഈ പാലടുപ്പത്ത് വെക്കുന്ന സമയത്ത് തന്നെ ആ അടയും കൂടെ ചേർത്ത് നമുക്ക് പാലട പ്രഥമൻ വെക്കാം. അത് ഞാൻ മറ്റൊരു വീഡിയോ കാണിക്കുന്നതായിരിക്കും. ഇതിലെ അട വേവുന്നിടം വരെ നല്ലതുപോലെ നമ്മളൊന്ന് അടുക്കി പിടിക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പായസത്തിൽ ചേർക്കാനുള്ള കശുവണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമ്മൾ നെയ്യിൽ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. പായസത്തിന് നല്ല മണവും രുചിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഏലക്ക ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ സ്ലൈസ്ഡ് ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. നമ്മുടെ അടയൊക്കെ ഒന്ന് വെന്ത് നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നെയ്യിൽ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാലട പ്രഥമൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.